കേരളത്തിലെ രാജ്യത്തെ അയ്യപ്പ ഭക്തന്മാരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് ശബരിമലയിൽ കിലോ കണക്കിന് സ്വർണം കവർന്നെടുത്തിരിക്കുകയാണ്. ഈ വിഷയം ഈ സഭയിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടും ഈ സഭയിൽ ഇത് അവതരിപ്പിക്കാൻ സമ്മതിച്ചില്ല. സർ, അതുകൊണ്ട് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ് ദേവസ്വം ബോർഡ് മന്ത്രി രാജിവെക്കണം. ചോദ്യം നമ്പർ 181. 30 വർഷത്തിനടുത്ത് എന്തെല്ലാം വൃത്തികേട് നടക്കുന്നു. അപ്പൊ അതിന് നമ്മൾ മുമ്പിലാണ് പറയാൻ പറ്റില്ല. ഇപ്പൊ സ്വർണ്ണപ്പാട് മോഷ്ടിച്ചുകൊണ്ട് പോയി, അത് നമ്മൾ നമ്പർ 1 ആണ്. അപ്പൊ തുടങ്ങാല്ലേ? അത് മക്കളും കൊച്ചന്മാരും കൂടെ അയക്കും. എന്തൊരു ഡിസിപ്ലിൻ. കേരളം പോലൊരു നാട് ഈ ഭൂമി മലയാളത്തിൽ വേറെ ഉണ്ടാവില്ല കേട്ടോ. അത്രമാത്രം വിവാദങ്ങൾക്ക് ഒരു ക്ഷാമമില്ലാത്ത നാടാണ്. പലതിനും പഞ്ഞുള്ള നാടാണെങ്കിലും ഈ വിവാദങ്ങൾക്ക് ഒരു പഞ്ഞുമില്ലാത്ത നാട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളമാണ്. അതും പ്രത്യേകിച്ചും ഈ സ്വർണം എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ വലിയ ഹരമാണ് മലയാളികൾക്ക്. നമുക്കറിയാം സ്വർണത്തിനൊക്കെ നല്ല വിലയിലാണ്. ഒരു പവനൊക്കെ ഏതാണ്ട് 1 ലക്ഷം രൂപയോളം ആയിക്കഴിഞ്ഞു. എന്ന് മാത്രമല്ല, ഈ ഏറ്റവും കൂടുതൽ സ്വർണം വിൽക്കുന്ന ഒരു സംസ്ഥാനം ഇന്ത്യയിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളമായിരിക്കും ചെയ്യും. കല്യാണക്കാലമൊക്കെ ആയി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഈ സ്ത്രീധനമൊക്കെ കൊടുക്കുന്നതിൽ ഈ സ്വർണം വലിയൊരു അനിവാര്യ ഘടകമാണ്. അതിനൊരു ജാതി മത വ്യത്യാസമൊന്നുമില്ല കേരളത്തിൽ. അതല്ല, കാരണം അത് വിലപിടിപ്പുള്ള ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. തലമുറകൾ കൈമാറാനും പറ്റും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവിടെ കത്തി നിന്നതും ഒരു സ്വർണ്ണ വിവാദം തന്നെയായിരുന്നു, സ്വർണ്ണക്കടത്ത്. നമുക്കറിയാം, സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി ആ സ്വർണ്ണ വിവാദത്തിൽ കുടുക്കാനും എല്ലാ വിധത്തിലും സർവ്വ ഏജൻസികളും കിണഞ്ഞ് പരിശ്രമിച്ചു. എന്ത് കുരുവാണ്, ഈത്തപ്പഴത്തിന്റെ ഉള്ളിൽ വരെ കുരുവിലടക്കം സ്വർണം കടത്തി എന്ന് പറഞ്ഞ് അത് അവസാനം ചക്കക്കുരുവായി പോയതാണ്, കഷ്ടമായി പോയത്. പിണറായി വിജയൻ ആ കാര്യത്തിലും തൊടാൻ പറ്റിയില്ല. ഇന്നേ വരെ അത് എന്തായി എന്നുള്ള ആർക്കും അറിയില്ല. സ്വപ്ന സുരേഷ് എവിടെ, സ്വർണ്ണം എവിടെ, കള്ളക്കടത്ത് എവിടെ എന്നറിയില്ല. സ്വർണം എന്ന് കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ പിണറായി വിജയന്റെ നേർച്ചാടും. ഇപ്പൊ ഇതാ അടുത്ത തെരഞ്ഞെടുപ്പിന് ഇനി 5-8 മാസങ്ങളേ ഉള്ളൂ. പാവം നമ്മുടെ പിണറായി വിജയനൊരു ദുർബുദ്ധി തോന്നി ഒരു അയ്യപ്പ സംഗമം നടത്തി ശബരിമല അയ്യപ്പനെ ഒന്ന് പ്രസാദിച്ചു കളയാം എന്ന് കരുതി. ഇപ്പൊ എല്ലാ പാർട്ടിക്കാർക്കും ശബരിമല അയ്യപ്പനോട് വലിയ സ്നേഹമാണ്. കാരണം അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ ജയിപ്പിക്കണമേ ശരണം പൊന്നയ്യപ്പ എന്ന് പൊതുവെ നിരീശ്വരവാദികളായ കമ്മ്യൂണിസ്റ്റുകാരടക്കം പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദവുമായി അത് ചെമ്പായി പോയി എന്നും ഒരു കോറ്റി പറ്റിച്ചു എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നടക്കുകയാണ് ഈ കേരളം. ഇനി ഈ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റിയത് പിണറായി വിജയനാണെന്ന് വരുത്തി തീർക്കാനായിട്ട് ആ പ്രതിപക്ഷ കക്ഷികളും കോൺഗ്രസും BJPയും അവരുടെ സോഷ്യൽ മീഡിയകളും ഒരു സ്വർണ്ണക്കള്ളൻ അമ്പലം വിഴുങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിയമസഭയിലെ ഒരു പൂരമാണ് നമ്മൾ നേരത്തെ കണ്ടത്. എന്തിനു പറയും, നമ്മുടെ ജി സുധാകരൻ പഴയ ദേവസ്വം മന്ത്രിയാണ്, ഇടതുപക്ഷക്കാരനാണ്, കമ്മ്യൂണിസ്റ്റുകാരനാണ്. കുറച്ചു കാലമായിട്ട് അദ്ദേഹത്തിന് ഈ മാർക്സിസത്തിൽ ഒരല്പം വെള്ളം ചേർത്ത് ഡൈലൂട്ടായി ഒരല്പം കോൺഗ്രസ്സായി മാറിപ്പോയോ എന്ന് സംശയം തോന്നുന്ന വിധത്തിൽ ഒരു കോൺഗ്രസ് വേദിയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ സ്വർണ്ണപ്പാളി വിഷയത്തിലും അല്ലെങ്കിൽ ഈ അമ്പലം വിഴുങ്ങിയുള്ള കാര്യത്തിലും നമ്മൾ നമ്പർ 1 ആണ് എന്ന് അദ്ദേഹവും പറഞ്ഞു വയ്ക്കുന്നുണ്ടോ എന്നൊരു സംശയം. എന്തായാലും പൊട്ടിപ്പൂരായി. ഇതൊക്കെ പറയുമ്പോൾ 1-2 കാര്യങ്ങളോട് നിങ്ങളോട് പറയാട്ടോ. അത് പറയുന്നതിന് മുമ്പ് സ്പേസ് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിരുന്നു, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന സംഭവ വികാസങ്ങൾ ഒരു 10 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതായിരിക്കും. അതിനായിട്ട് ഇതൊന്ന് ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തോ? ഓക്കെ. അപ്പം നമ്മൾ ശബരിമല വിഷയം പറഞ്ഞ് മടുക്കാൻ തുടങ്ങി എന്നുള്ളതാണ് സത്യം. ഇപ്പം എല്ലാവർക്കും ഒരുവിധം മനസ്സിലായി അവിടുന്ന് എന്തോ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ മാത്രം നമുക്ക് അറിയണം. യഥാർത്ഥത്തിൽ ഈ വിജയ് മല്യ അവിടെ സ്വർണം പൂശിയിരുന്നോ ഇല്ലയോ, അല്ലെങ്കിൽ അത് റിപ്പയർ ചെയ്യാൻ കൊണ്ടുപോയ സമയത്ത് അത് ആരെങ്കിലും അടിച്ചു മാറ്റിയോ, അത് ദേവസ്വം ബോർഡാണോ അടിച്ചു മാറ്റിയത്, അതോ പിണറായി വിജയൻ തന്നെ വന്ന് അടിച്ചു മാറ്റിയോ, ദേവസ്വം മന്ത്രിയാണോ അടിച്ചു മാറ്റിയത്, അതോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണോ അടിച്ചു മാറ്റിയതെന്നൊന്നും ആർക്കും അറിയില്ല. എന്തായാലും അട്ടം തിരിയാണ്. പക്ഷെ ഇപ്പോൾ കോൺഗ്രസ്സുകാരും അടുത്തൊരു അയ്യപ്പ സംഘം നടത്തുകയാണ്. BJP നടത്തി, CPM നടത്തി, ഇനി കോൺഗ്രസ്സുകാരുടെ വക ഒരു അയ്യപ്പ സംഘം. അതിനുള്ള കോപ്പ് കൂട്ടലായിരുന്നു ഇന്ന് നിയമസഭയിൽ നടന്നത്. അവർ സാധാരണ ഒരു വാക്കൗട്ടൊക്കെ നടത്തും. ഇന്ന് നേരെ പുറത്തേക്ക് അങ്ങ് പോയി റോഡിലേക്ക് ഇറങ്ങി, ഇനി തെരുവിലിറങ്ങി പ്രതിഷേധത്തിനിറങ്ങുകയാണ്. നമ്മളിനി എന്തെല്ലാം കാണണമോ ശരണമയ്യപ്പ. അത് മാത്രമേ പറയാനുള്ളൂ. 2 ചെറിയ കഥ ഞാനിവിടെ പറയാട്ടോ. ഇത് ഓർമ്മ വരുമ്പോൾ നിങ്ങളിത് കേൾക്കണം.
ഒന്ന്, നിർമ്മാല്യം എന്നൊരു സിനിമ എടുത്തിട്ടുണ്ട്. 1973 ഡിസംബറിലോ മറ്റോ റിലീസ് ചെയ്ത MT വാസുദേവൻ നായരുടെ പള്ളിവാളും കാൽച്ചിലമ്പും എന്ന അതിമനോഹരമായ ഒരു ചെറുകഥയെ അടിസ്ഥാനപ്പെടുത്തി MT തന്നെ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത PJ ആന്റണി നായകനായ ഒരു സിനിമ എടുത്തിട്ടുണ്ട്. അതിൽ PJ ആന്റണി വെളിച്ചപ്പാടാണ്, രവി മേനോനുണ്ട്, സുമിത്രയൊക്കെ അഭിനയിച്ച അതിമനോഹരമായ സിനിമയാണ്. അതിന് നാഷണൽ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊരു അമ്പലവുമായി ബന്ധപ്പെട്ട കഥയാണ്. വളരെ ഗ്രാമത്തിലെ അതിദരിദ്രമായ ആരും നോക്കാനില്ലാതിരുന്ന ഒരു ക്ഷേത്രം. അന്നത്തെ പശ്ചാത്തലമൊക്കെ ഇന്നൊരു 50 വയസ്സുള്ള മലയാളിക്ക് അന്ന് കേരളത്തിൽ എന്തായിരുന്നു ഉള്ള സാമൂഹ്യ സാമ്പത്തിക ചുറ്റുപാട് എന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ അറിയില്ലായിരിക്കാം. ഒരു 80 വയസ്സുള്ളവർക്കോ 70 വയസ്സുള്ളവർക്കൊക്കെ ഒരു പക്ഷേ ഒരു 60-ന് മുകളിലുള്ളവർക്കൊക്കെ ഏകദേശം ഒരു രൂപ ഉണ്ടാവും. അതികൊടിയ ദാരിദ്ര്യമുള്ള ഒരു ഗ്രാമീണ അന്തരീക്ഷാവസ്ഥയായിരുന്നു. കാരണം പലപ്പോഴും നമ്മൾ ഗോതമ്പും ചോളകപ്പൊടിയൊക്കെ കഴിച്ച് ജീവിതം അരച്ചാണ് വയറ് നിറച്ചിരുന്നൊരു കാലഘട്ടത്തിലാണ്. അപ്പോൾ പിന്നെ ദൈവങ്ങളൊക്കെ എവിടെയാണ് നമുക്ക് കൊടുക്കാനായിട്ട് ഭക്ഷണവും കാണിക്കുകയും ഒക്കെ അർപ്പിക്കാനായിട്ടുള്ളത്? ആ കാലഘട്ടത്തിൽ തികച്ചും സ്വാത്വികനായിട്ടുള്ള ഒരു വെളിച്ചപ്പാട് ഈ ദേവിയെ കൊണ്ടു നടന്ന് 3 നേരം പൂജിക്കാനായിട്ട് ഏറ്റെടുക്കുന്നു. അങ്ങനെ ഒരു കെയർ ടേക്കറായിട്ട് വരികയും പിന്നീട് വളരെ കഷ്ടപ്പെട്ട് പൂജകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പൂജ ചെയ്തിരുന്ന ഒരു നമ്പൂതിരി അവിടുന്ന് സ്ഥലം വിട്ടു പോവുകയാണ്. അദ്ദേഹത്തിനൊന്നും അത് നടക്കാതെ ഒരു ചായക്കട തുടങ്ങുന്നു. പിന്നീട് ഒരു പകരക്കാരനെ കണ്ടെത്തുന്നു. അദ്ദേഹവും ഈ വെളിച്ചപ്പാടിൻ്റെ മകളുമായിട്ട് അടുപ്പത്തിലാവുകയും അത് ഒരു പ്രണയ നൈരാശ്യത്തിലൊക്കെ എത്തിച്ചേർന്ന അയാൾ വീണ്ടും തിരിച്ചു പോവുകയൊക്കെ ചെയ്യുന്ന ഒരു ദുരന്തകഥയുടെ ആ സമയത്താണ് അവിടെ വസൂരി പൊട്ടിപ്പുറപ്പെടുന്നത്. അത് ദേവിയുടെ കോപമാണ്. അതുകൊണ്ട് വലിയൊരു പൂജയും ആഘോഷമൊക്കെ ദേവിക്ക് നടത്തണമെന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ പിരിവൊക്കെ എടുക്കുന്നുണ്ട്. അതിനായിട്ട് വലിയ ദാരിദ്ര്യമായിട്ട് അവിടുത്തെ രാമമുഖ്യനെ സമീപിക്കുമ്പോൾ അദ്ദേഹം ഒന്നും കൊടുക്കുന്നില്ല, ഒരു വഴിപാടും കൊടുക്കുന്നില്ല, സഹായവും നൽകുന്നില്ല. ഓർക്കണേ, സ്വർണം കൊടുക്കുന്ന വിജയ് മല്യ 18 കോടി കൊടുക്കുന്ന ഇന്നത്തെ കാലാവസ്ഥയും അന്നത്തെ കാലാവസ്ഥയും കൂടെ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. അങ്ങനെ അവസാനം ഒരാഘോഷ പരിപാടികൾ നിശ്ചയിക്കുകയും ജനങ്ങൾ കൊച്ചു കൊച്ചു പിരിവുകളെടുത്തൊക്കെ വരുമ്പോൾ ഈ വസൂരി വന്ന് നാട് മുടിഞ്ഞു പോകുമ്പോൾ എങ്ങനെയെങ്കിലും നാടിനെ രക്ഷിക്കണം, ദേവി കോപിച്ചിരിക്കുകയല്ലേ. അങ്ങനെ ആഘോഷം നടക്കുന്നതിനിടയിൽ താൻ മറന്നു വെച്ച ആളെടുക്കാനോ മറ്റോ ആയിട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. അദ്ദേഹത്തിൻ്റെ പത്നി, ഈ ദാരിദ്ര്യവും പാട്ടിണിയുമായ ഒരു പത്നി ഒരു കൊള്ളപ്പലിശക്കാരൻ്റെ കൂടെ ശയിക്കുന്ന കാഴ്ച കണ്ട് തീരെ സഹിക്കാതെ ഈ വെളിച്ചപ്പാട് ഈ കോമരം ഈ ക്ഷേത്രത്തിലെത്തി ഭഗവതിയുടെ മുമ്പിൽ നിന്ന് വിറപ്പുണ്ട് ആ പള്ളിവാൾ കൊണ്ട് തലയ്ക്ക് വെട്ടി ആ ക്ഷേത്രനടയിൽ ആത്മഹത്യ ചെയ്യപ്പെടുന്നു. ജനം വിചാരിച്ച അദ്ദേഹത്തിന് ഈ കോമരമടങ്ങിയിരിക്കുന്നതാണ്, ദേവി അടങ്ങിയിരിക്കുന്നതാണെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അങ്ങനെ അതിമനോഹരമായ ഒരു കഥയുടെ ചലച്ചിത്രാവിഷ്കാരമായിരുന്നു അന്ന് നടന്നത്. ഇത്രയും പറഞ്ഞത് എന്തായിരുന്നു അന്ന് ക്ഷേത്രങ്ങൾ കേരളത്തിൽ എന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനാണ്. ആ നിലയിൽ നിന്ന് കേരളം എങ്ങോട്ട് പോയി? കിലോ കണക്കിൽ സ്വർണങ്ങളുടെ ഭണ്ഡാരമായ ഒരു ശബരിമല ക്ഷേത്രത്തിൽ ഇത് അടിച്ചു മാറ്റുന്ന ആൾക്കാർ വരെ അത് എത്തി നിൽക്കുന്നു, അതിൻ്റെ അധികാരികൾ. എന്തായാലും പുറമെ അവിടെ പോകുന്ന ഒരു ഭക്തൻ, ഇത് അയ്യപ്പനെ ചരണം വിളിച്ച് ചെല്ലുന്ന ഒരു ഭക്തനും അവിടെ നിന്ന് ഇത് അടിച്ചു മാറ്റാനായിട്ടുള്ള ഒരു സൗകര്യം ഉണ്ടാവില്ല. സാധാരണ ഭക്തരുടെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. അതിൻ്റെ കൈകാര്യങ്ങൾ ചെയ്യുന്ന ആരോ ഒരാളാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുവരെയൊക്കെ തെളിയിച്ചിട്ടില്ല. ഈ സ്വർണം പൂശിയതും ഇതിൻ്റെയൊക്കെ തെളിവുകളുണ്ടെന്ന് പറയുന്നു. ആരും ഒന്നും മിണ്ടുന്നില്ല. കോടതിയുടെ മുന്നാകെയുള്ളതാണ്, കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതൊക്കെ ചെമ്പ് തെളിയുമ്പോൾ യഥാർത്ഥ പ്രതി ആരാണെന്നുള്ള അറിയുന്ന സമയത്തായിരിക്കും പഴയ സ്വർണ്ണക്കഥകൾ ഞാൻ പറഞ്ഞത്, സ്വപ്ന സുരേഷിൻ്റെ കഥ പറഞ്ഞത്, പിണറായി വിജയനെ പിടിക്കാൻ നടന്നവർ തോറ്റുപോകുന്നൊരു ചരിത്രം കേരളത്തിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത ഒരു കഥ ഞാൻ ഇവിടെ പറയാൻ പറ്റും. സോഷ്യൽ മീഡിയയിൽ നിന്ന് കണ്ടതാണ്. ഒരു സ്ത്രീ ഒരു ചിത്രകാരനെ സമീപിച്ച് പറയുകയാണ്, എൻ്റെ ചിത്രമൊന്ന്, ഒരു മനോഹരമായ ചിത്രം എന്നെ വരച്ചു തരണം, അതിൽ എൻ്റെ കഴുത്തിൽ ഒരു 20 പവൻ വലിയ വിലപിടിപ്പുള്ള ഒരു മാലയുടെ ചിത്രം വരച്ച് ചേർക്കണം. എന്നിട്ട് ഞാൻ മരിച്ചു കഴിയുമ്പോൾ അദ്ദേഹം രണ്ടാമതൊരു കല്യാണം കഴിക്കും. ആ കല്യാണം കഴിക്കുമ്പോൾ എൻ്റെ ഫോട്ടോ ആ സ്ത്രീ കാണും. അപ്പോൾ ഈ സ്ത്രീയുടെ കഴുത്തിൽ കിടക്കുന്ന മാല എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ട് ദുഷ്ടനായ എൻ്റെ ഭർത്താവുമായി ശണ്ട കൂടണം. അത് തന്നെയാണ് എൻ്റെ ആവശ്യം പറഞ്ഞത്. ഒരു ചിത്രം കണ്ടുകൊണ്ട് തന്നെ സ്വർണത്തിൻ്റെ ഭ്രമമുള്ള ഈ മലയാളിക്ക് കിലോ കണക്കിന് സ്വർണമുള്ള ഒരു സ്ഥലത്ത് നിന്ന് അതടിച്ചു മാറ്റാനുള്ള വാസന ആരിലും ഉണ്ടാകാം എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഈ ഒരു വിഷയത്തിൽ ശബരിമലൻ അയ്യപ്പൻ തന്നെ ഉത്തരം കണ്ടെത്തട്ടെ. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ
താങ്ക് യു.